സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറപ്പിൻ്റെ വിധികളും വിലക്കുകളും കഴിയുന്നിടത്തോളം ഒരു ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് അതുപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറപ്പ് അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തഖികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പകലിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്. പള്ളിയിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ നല്ല ഇഖ്ലാസുള്ള മനുഷ്യരായി പാപമോചന പ്രാർത്ഥനയുടെ മാനസിക അവസ്ഥയിൽ ആയിരിക്കണം നമ്മൾ പള്ളിയിൽ ഉണ്ടാവേണ്ടത്. ശുദ്ധ റമദാനിൽ നിന്ന് ഏകദേശം ഒരാഴ്ച നമ്മളിൽ നിന്ന് കടന്ന് പോവുകയാണ്. ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇത്. അല്ലാഹു തആല കടന്നുപോയ ദിനങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച നമ്മുടെ നോമ്പും തറാവീഹ് നമസ്കാരങ്ങളും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ നമ്മളിൽ നിന്ന് സ്വീകരിച്ച് പടച്ച തമ്പുരാൻ ഏറ്റവും ഉന്നതമായ പ്രതിഫലം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ അല്ലെങ്കിൽ വിശുദ്ധ റമദാൻ നമ്മളൊക്കെയും ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയാണ്. ധാരാളം തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യ സഹജമായി നമ്മളിൽ വന്ന് പോകുന്നുണ്ട്. ലാ തഹഖറന്ന മിനൽ മഅറൂഫി ശൈഅൻ, ഒരു നന്മയും നമ്മൾ ചെറുതായി കാണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു പാപത്തെയും നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മുടെയൊക്കെ ഉറച്ച ബോധ്യം നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം കടന്നു പോകും എന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നേരം വെളുക്കുന്നത്. വളരെ ചെറുപ്പക്കാരനായ നമ്മുടെ ഒരു സഹോദരൻ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ചെറുപ്പമാണ്. അപ്പം അതിന് രോഗം വേണമെന്നൊന്നുമില്ല. വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്തായിരിക്കാം വളരെ പെട്ടെന്ന് നമ്മുടെ എല്ലാ ജോലികളും അവസാനിപ്പിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എല്ലാം പെട്ടെന്ന് സഡൻ ബ്രേക്കാണ് അവസാനിച്ചു. ആരോടും യാത്ര പറയാൻ കഴിയാതെ, അള്ളാഹുവിനോട് തൗബയ്ക്കോ ഇസ്തിഗ്ഫാറിനോ നേരം കിട്ടാതെ ഈ ലോകത്തുനിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മോമിനീങ്ങളുടെ വലിയ പ്രത്യേകത നമ്മൾ അതിനെപ്പോഴും തയ്യാറായിരിക്കണം എന്നതാണ്. നമ്മളങ്ങനെ കാത്തിരിക്കുകയാണ്. റബ്ബിലേക്കുള്ള യാത്രയാണല്ലോ, സർവാധിനാഥനായ കാരുണ്യവാനായ എൻ്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. പാപങ്ങളുടെ മാലിന്യങ്ങളൊന്നുമില്ലാതെ ശുദ്ധരായിട്ട് വേണം പോകാൻ. നമ്മൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ അങ്ങനെയാണല്ലോ, കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, അതൊക്കെ ആളുകൾ ധരിപ്പിച്ചോളും. പക്ഷെ അവിടെ അത് മാത്രം പോരാ, ഹൃദയം കൂടി ശുദ്ധിയായ മനുഷ്യരായിരിക്കണം. പാപക്കറകളില്ലാതെ പോകുന്നവരെയാണ് പടച്ചറബ് സ്വീകരിക്കുക. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിന് റെഡിയായി ഇരിക്കണമെന്ന് പറയാം കേട്ടോ. ഇരിക്കുന്ന എല്ലാവരോടുമായി ആദ്യം ഞാൻ എന്നോട് തന്നെ പറയാം, ഖുത്ബ പൂർത്തിയാക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്നു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നാളെ ഈ സമയം ചിലപ്പോൾ ഖബറിന്റെ ഇരുട്ടിലായിരിക്കും. അല്ലാഹു നമ്മുടെയൊക്കെ ഖബറിടങ്ങളെ പ്രകാശം നിറഞ്ഞതാക്കി നമ്മളെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അത്രയുണ്ട് ഇതിന്റെ കാര്യം കേട്ടോ. ആരും അമിതമായ ആത്മവിശ്വാസത്തിൽ ആരും കഴിഞ്ഞുകൂടേണ്ടതില്ല. അപ്പൊ പാപങ്ങൾ അത്ര കൂടുതൽ വന്നു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല എന്നേ അധികവും. പാപങ്ങൾ സൂക്ഷിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അത്രമാത്രം സൂക്ഷ്മമായ ജീവിതത്തിലൂടെ അത് അസാധ്യമാണെങ്കിലും നമ്മുടെ വാക്ക്, നമ്മുടെ നോക്ക്, നമ്മുടെ പ്രവർത്തനം, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ചെരുപ്പിനടിയിൽ അമർന്ന് ചത്തുപോകുന്ന ഉറുമ്പുകൾ ഒക്കെയും അല്ലേ, അതൊന്നും നമ്മളോട്
ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. അവരുടേതാണ് ഈ ഭൂമി. അത്രമാത്രം സൂക്ഷ്മത അങ്ങനെ പാലിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ എങ്ങനെ വർത്തമാനം പറഞ്ഞാലും ഇത് കേട്ട ആൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ്. അത് അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ, അയാളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയെങ്കിൽ ഒക്കെ പ്രശ്നങ്ങളാ. അതുകൊണ്ട് ആ സൂക്ഷിക്കാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന്റെ പ്രത്യേക കുല്ലു ഇബ്നി ആദം ഖത്താ, മനുഷ്യരൊക്കെയും പാപികളാണ്, എല്ലാവരും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ, ആ പാപികളിൽ ഹൈറായ ആളുകൾ എന്ന് പറയുന്നത് തൗബ ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതും അല്ലാത്തതുമായ പാപങ്ങളുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് ഇവിടെ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. സൂക്ഷിക്കണേ എന്ന് പറയാണ് എല്ലാവരോടും. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്നും സംഭവിച്ചു പോകാതിരിക്കാൻ വലിയ ജാഗ്രത ഉണ്ടാകണേ എന്നാണ് ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്തിന്റെ പൊരുൾ. അത് പറയുന്ന ആൾ അയാളോട് തന്നെ ആദ്യം പറയുന്നു, പിന്നെ മുന്നിലിരിക്കുന്നവരോടും പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ വിശുദ്ധ റമദാൻ നമ്മൾ യഥാർത്ഥത്തിൽ കടന്നുപോയ ജീവിതത്തിലെ സകല പാപങ്ങളുടെയും പരിഹാരമാക്കി ഈ റമദാനിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റണം. അവിടെയാണ് ഈ വിശുദ്ധ റമദാൻ നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നുണ്ട്. ചെറുപാപങ്ങളൊക്കെ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണത്. കഫാറത്ത് എന്നാണ് അതിന് പറയുക. അല്ലറ ചില്ലറ കാര്യങ്ങൾക്കെല്ലാം, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പാപങ്ങൾക്കെല്ലാം നമ്മുടെ അമലുസ്സാലിഹാത്തുകൾ അതിന് പരിഹാരമായി തീരുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഖിമിസ് സ്വലാത്ത ത്വറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. നമസ്കാരത്തെ കുറിച്ച് പറയാണ്. രാവിന്റെ 2 ഓരങ്ങളിലും പകലിലും ഒക്കെയുള്ള നമസ്കാരം നിലനിർത്താൻ നമ്മളോട് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. നമ്മുടെ പാപങ്ങളെ അതിലൂടെ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. ഈ അമലു സാലിഹാത്തുകളിലൂടെ നമസ്കാരവും നോമ്പും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമസ്കാരം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമസ്കരിക്കുന്ന ആളുകളാണ്. നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കൊച്ചു പാപങ്ങൾക്കെല്ലാം പരിഹാരമാക്കി അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ നമസ്കാര വേളയിലും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധവും കൂടി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം വുദൂ ചെയ്തു. വുദൂ നിർവഹിക്കുകയാണ്. വുദൂ ചെയ്ത് കൂടെ കുറെ ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം കൂടെയുള്ളവരോടൊക്കെ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദൂ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുദൂഇ ഹാദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇപ്രകാരം ആരെങ്കിലും വുദൂ ചെയ്താൽ, തുമ്മ സ്വല്ലാ റകഅതൈനി, എന്നിട്ട് 2 റകഅത്ത് നമസ്കാരവും നിർവഹിച്ചാൽ, ലാ യഹ്ദിസു ഫീഹാ നഫ്സു, ആ വുദൂവിന്റെ ഇടയിലും നമസ്കാരത്തിന്റെ ഇടയിലും അയാളുടെ മനസ്സിൽ മറ്റ് സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അയാളിൽ മറ്റ് സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അയാൾ നിർവഹിച്ചാൽ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ കടന്നുപോയ പാപങ്ങളെല്ലാം അല്ലാഹു അതിലൂടെ പുറത്തു കൊടുക്കുന്ന. നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാ. നമസ്കാരം കൊണ്ട് മാത്രമായില്ല. ഇവിടെ ഒരു വലിയൊരു നിബന്ധന ഇവിടെ വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധന എന്താ? മറ്റ് സംസാരങ്ങളൊന്നും ഉണ്ടാകരുത്, ഹൃദയം സംസാരിക്കുക. നമസ്കാരമാണെങ്കിലും നമ്മുടെ വുദൂ ആണെങ്കിലും ഇങ്ങനെ നിർവഹിക്കുമ്പോഴാണ്, അതായത് വുദൂ ചെയ്യുന്ന സമയത്ത് വുദൂവിന്റെ ചിന്തയിലാണ് അയാൾ, അള്ളാഹു എന്റെ പാപങ്ങളൊക്കെ ഇതിലൂടെ പുറത്തു തരുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ആ വികാരത്തിലാണ് അയാൾ വുദൂ പൂർത്തിയാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇടപാടൊന്നും ഇയാൾക്ക് സംഭവിച്ചിട്ടില്ല. ഇതാ ശ്രദ്ധിക്കേണ്ട കാര്യം. വുദൂ ചെയ്തിട്ട് ഓടി വരില്ല. നമ്മളൊക്കെ വുദൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണിപ്പോ. ഒരുപാട് വന്നിട്ട് ടാപ്പ് ഇങ്ങനെ തുറന്നു വിടുക, അതിനിടയ്ക്ക് വർത്താനം കുറവാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിനിടയ്ക്കും കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിനിടയ്ക്ക് കയ്യും കാലും കഴിയാലൊരു ഓട്ടം ഓടി ഇങ്ങോട്ട് വന്നു. ഇങ്ങനെയല്ല അത് പറഞ്ഞത്. അതിലെല്ലാറ്റിനും ഒരു ആത്മീയതയുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അയാൾ നിർവഹിക്കുന്നത്. പിന്നെ അയാൾ നമസ്കരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമസ്കാരത്തിന്റെ ഇടയിലും വേറെ സംസാരങ്ങളൊന്നുമില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എപ്പോഴും പറയാറുള്ളൊരു കാര്യം, നിസ്കരിക്കാൻ കൈകെട്ടുന്ന എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ വരുന്നു എന്നാ പറയാ. അവർക്കൊന്നും ഇത് പുറത്തു കിട്ടില്ല എന്നായി പറഞ്ഞത്.
അതൊന്നും ആ നമസ്കാരമൊന്നും കഫാറത്താവില്ല എന്ന് മാത്രമല്ല, നമ്മള് ഫവൈലുൽ മുസല്ലീൻ എന്ന നമസ്കാരക്കാർക്ക് സർവനാശവും എന്നാണ് അവിടെ പറഞ്ഞത്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ എങ്ങനെ നമസ്കരിക്കേണ്ടത്? എന്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടിയാണ് നമസ്കാരം. അങ്ങനെയുള്ള നമസ്കാരമാണ് ഈ പറഞ്ഞത്. ആ നമസ്കാരക്കാർക്ക് ആ നമസ്കാരത്തിലൂടെ കടന്നുപോയ പാപങ്ങളെല്ലാം റബ്ബ് നമുക്ക് പുറത്തു തരുമെന്നാണ്. അപ്പൊ വേറൊന്നും ചിന്തയുണ്ടാകാൻ പാടില്ല നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും ഉലമാക്കൾ പറയുന്നു, അതിന്റെ ഇടയ്ക്ക് അങ്ങനെ വല്ല ചിന്തയും വന്നാൽ ഉടനെ അതിൽ നിന്ന് മാറണം. അല്ലാഹുവേ, അബദ്ധം സംഭവിച്ചല്ലോ അല്ലാ, എന്റെ നിസ്കാരം വെറുതെ ആകുകയാണല്ലോ പടച്ചവനെ. ഈ വേദന ഉണ്ടായാൽ തന്നെ ശരിയാവും കേട്ടോ. ഇതുണ്ടാവണം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ. പടച്ചവനെ, എന്റെ നമസ്കാരം വെറുതെ ആകുകയാണല്ലോ, വെറുതെ ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ചവനെ, എനിക്ക് വേണ്ട പോലെ ആ ദിക്റിലേക്ക് വരാൻ കഴിയുന്നില്ലല്ലോ. നമസ്കരിക്കാൻ നിൽക്കുന്ന ആളുടെ ചിന്തകൾ അങ്ങനെ പോകേണ്ട കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ശുക്റിന്റെ ഫീലിംഗ് ആണ് ഹൃദയം നിറയെ. ഇതെല്ലാം അനുഗ്രഹങ്ങളാണല്ലോ നീ എനിക്ക് ചെയ്തു തന്നത്. നമ്മളെപ്പോഴും പറയാറില്ലേ, ഇത് വെറുതെ പറഞ്ഞു പോകാനുള്ള അല്ല കേട്ടോ, നമ്മുടെ ചിന്തകളിലേക്ക് വരാനാ. എനിക്ക് കൈയും കാലും കണ്ണും കാതും ഭൗതിക ലോകത്ത് എനിക്ക് ചെയ്തു തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ. ആളുകളുടെ മുന്നിൽ എത്ര മാന്യനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്തെല്ലാം പദവികൾ അല്ലാഹു എനിക്ക് തന്നു, നല്ല കുടുംബജീവിതം, അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അല്ലാഹ് വാരിക്കോരി നീ എനിക്ക് തന്നിട്ടുള്ളത്. പടച്ചവനെ, എന്റെ റുക്കൂഅ് നിനക്കുള്ള നന്ദിക്ക് പരിഹാരമാവുകയില്ല പടച്ചവനെ. ഈ വൈകാരികതയിലാണ് അയാൾ നമസ്കാരം നിർവഹിക്കുന്നത്. അതോടൊപ്പം അയാളുടെ ചിന്ത ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ദുനിയാവിലല്ല, കച്ചവടത്തിലേക്കല്ല, തന്റെ കൃഷിയിലേക്കല്ല, സാമ്പത്തിക ഇടപാടിലേക്കല്ല പോകുന്നത്. അതിലും പോകും കേട്ടോ. ആ പോകുന്നതും ഇങ്ങനെ ഒരു പോക്കാണ് പടച്ചവനെ. കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ ഹൃദയവികാരങ്ങളിലാണ് റബ്ബിനോടുള്ള അഗാധമായ ബന്ധത്തിലേക്ക് നമസ്കാരം നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ പോയി സുജൂദിലെത്തി. സുജൂദിൽ കിടന്നുള്ള പ്രാർത്ഥന പോലും സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അല്ലാഹുവേ, എത്ര പരിശുദ്ധനാണ് പടച്ചവനെ. അല്ലാഹുവേ, നിനക്കാണല്ല എല്ലാ സ്തുതികളും, എനിക്ക് പുറത്തു തരണേ അല്ലാ. സുജൂദിലാ പറയണത്, നിനക്കാണല്ല എല്ലാ സ്തുതിയും, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ഇത് പറയാണ് ഒരാൾ സുജൂദിൽ കിടന്നിട്ട്. ഈ നമസ്കാരമാണ് പാപമോചനത്തിന് കാരണമാകുന്ന നമസ്കാരം. ആ വുളു ആണ് പാപമോചനത്തിന് കാരണമാകുന്ന വുളു. ഇത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണോ എന്നതാ നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്. റമദാൻ ആയാൽ ധാരാളമായി നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമദാനിന്റെ പകലിൽ നോമ്പ് നോറ്റു. എങ്ങനെ നോമ്പ് നോറ്റു? 2 നിബന്ധനകൾ വെച്ചു. ആ 2 നിബന്ധന പാലിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ കടന്നുപോയ പാപങ്ങളെല്ലാം അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആകണ്ടേ നമ്മുടെ നോമ്പ്? എന്താ 2 നിബന്ധന? ഒന്ന്, ഈമാനോടെ ആയിരിക്കണം. മുമ്പ് ഖുതുബയിൽ നമ്മളൊക്കെ പറഞ്ഞു പോയി. നമ്മൾ എത്ര ആളുകൾക്കാണ് അങ്ങനെ ഒരു നോമ്പ് എടുക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പതിവ് ദിനചര്യകളൊന്നും തെറ്റാതെ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് റബ്ബിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്? അങ്ങനെയാണ്. എന്റെ റബ്ബിന്റെ കാരുണ്യം, എന്റെ റബ്ബിന്റെ ഔദാര്യം, അനുഗ്രഹം, അല്ലാഹുവേ, ഈ റമദാൻ എനിക്ക് നീ തന്നല്ലോ അല്ലാ. ഞാൻ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട്, എന്റെ നോമ്പ് നീ സ്വീകരിക്കണേ പടച്ചവനെ എന്നുള്ള ഹൃദയത്തിന്റെ പ്രാർത്ഥനകളുണ്ടല്ലോ. ആ പ്രാർത്ഥന, അതാ ഈമാൻ. അല്ലാഹുവേ, നിന്റെ മലക്കുകളുടെ വമ്പിച്ച സാന്നിധ്യമാണല്ലോ അല്ലാ ഇവിടെ ഉള്ളത്. അവരുടെ മഗ്ഫിറ, അവരുടെ പാപമോചന പ്രാർത്ഥന എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലക്കുകളിലുള്ള വിശ്വാസം. അല്ലാഹുവേ, നിന്റെ റസൂല് നോമ്പ് നോറ്റിട്ടുണ്ട്. പല ദിവസങ്ങളിലും നോമ്പ് തുറക്കാനും നോമ്പ് പിടിക്കാനും പച്ചവെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാഹുവേ, എന്തൊരു സമൃദ്ധിയിലാണ് എന്റെ നോമ്പ് കടന്നു പോകുന്നത്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നു, പല പല വഴികളിലൂടെ കേട്ടോ. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാ. ഇങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ കച്ചവടക്കാരൻ കടയിലിരിക്കുമ്പോൾ നോമ്പുകാരനാണ്, അയാളുടെ ചിന്ത അങ്ങനെ കടന്നു പോകാണ് ഒരുപാട് കാര്യങ്ങളിലൂടെ. പടച്ചവനെ, എന്റെ കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റമദാനിലെ വിശുദ്ധമായ നോമ്പാണിത്. അല്ലാഹുവേ, എന്റെ പാപമോചനത്തിന്റെ കാരണമായി ഈ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പ്രാർത്ഥന അയാളുടെ ഉള്ളിലുണ്ട്.
ഇങ്ങനെ ഈമാൻ നിറഞ്ഞ നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്കാ പാപമോചനം. രണ്ടാമത് പറഞ്ഞത് ഇഹ്തിസാബ് ഉണ്ടാകണമെന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. അള്ളാഹുവേ, ഈ നോമ്പ് കൊണ്ട് നീ പലതും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, എനിക്കത് നീ തരണേ അല്ലാ. വേറൊരു കാര്യവും എന്റെ മുന്നിലില്ല, വേറൊരു ലക്ഷ്യവും എന്റെ മുന്നിലില്ല. ഇതാണ് അയാളുടെ ഹൃദയം. ഈ ഇഹ്തിസാബിനെ കുറിച്ച് പറഞ്ഞിട്ട് ഉലമാക്കൾ പറയുന്നുണ്ട്, അത് തഖ്ലീദായി ചെയ്തതല്ല, പരമ്പരാഗതമായി എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു എന്നല്ല. ആളുകൾ എന്തോ ചെയ്തോട്ടെ, ആളുകൾ എങ്ങനെയോ ചെയ്തോട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പടച്ചവനെ, ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഈ നോമ്പ് എന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമെന്ന്. നല്ല ഇഖ്ലാസോടെ നിർവഹിക്കുന്ന നോമ്പാണത്. ഇങ്ങനെ നല്ല ഇഹ്തിസാബോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള നല്ല നിഷ്കളങ്കമായ നോമ്പാണ് അയാളുടെ നോമ്പ്. ഈമാനും ഈ ഇഹ്തിസാബും കൂടിച്ചേർന്നതാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല അതിന് പകരമായി കടന്നുപോയ പാപങ്ങളെല്ലാം അയാൾക്ക് അല്ലാഹു അതിലൂടെ പുറത്തു കൊടുക്കും എന്നാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കേട്ടോ. ഒന്നിനും ജീവനില്ലാത്ത കാര്യങ്ങൾ, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ജീവനില്ല ഒന്നിനും, എല്ലാം ചടങ്ങാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇനി ഇതിനേക്കാൾ കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വെറും ചടങ്ങല്ലത്. നമ്മളിത് ഈ പരാതിക്കാർ പലരും ഉണ്ട്. പരാതി എന്ന് പറഞ്ഞാൽ എന്റെ ശരിയാകണില്ല എന്നിങ്ങനെ പറയും. ശരിയാക്കണ ആരും വന്ന് ശരിയാക്കി തരുമോ? നമ്മൾ തന്നെ ശരിയാക്കണം. എന്റെ നമസ്കാരത്തിൽ എനിക്ക് ശരിയാകണില്ലെങ്കിൽ അതാര് ശരിയാക്കും? ഞാൻ ശരിയാക്കണം. എങ്ങനെ ശരിയാക്കും? ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യും. എന്താണ് എൻ്റെ വീഴ്ച എന്ന് ഞാൻ അന്വേഷിക്കും. ഓരോ സമയത്തും വീണ്ടും വീണ്ടും ഞാൻ എന്നെ പിടിച്ച് നിസ്കാരത്തിൽ കൊണ്ടുവന്ന് നിർത്തും. നീ അങ്ങനെ ഓടിപ്പോകണ്ട, കച്ചവടം ഇവിടക്ക് നീ റബ്ബിന്റെ മുന്നിലാ, അവിടെ നിക്ക് എന്നെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റണ്ടേ? ഇത് നമ്മളെപ്പോഴും കാലാകാലം പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ശരിയാവണില്ല, അത് ശരിയാവണില്ല. ഇത് ആര് ശരിയാക്കണേ? ശരിയാക്കണ്ടേ? നമ്മളെ ശരിയാക്കണം. അങ്ങനെയല്ലേ പറഞ്ഞത്? അംഫുസക്കും അഹ്ലീക്കും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിൽ നിന്ന് കാക്കാനാ പറഞ്ഞത്. നമ്മൾ തന്നെ ചെയ്യേണ്ട പണിയാണത്. വേറൊരാളിന് പുറമേ നിന്ന് ഒന്നും ചെയ്തു തരാനില്ല, ഞാൻ തന്നെ ചെയ്യണം അത്. ഇപ്പൊ നമ്മള് ജുമാ നമസ്കരിക്കാൻ പോയാൽ പള്ളിയിലിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ജുമാ കാത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇപ്പൊ ഇരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളും അവസ്ഥയും എന്താ? ഇതാ ഈ ജുമാ നമസ്കാരത്തിൽ കടക്കുമ്പോ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരേണ്ട കാര്യങ്ങളാണിത്. അപ്പൊ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുകയാണ്, ഒരുപാട് ജുമായായി കടന്നു പോകുന്നു, കാലം കുറയായി ഇത് തുടങ്ങിയിട്ട് ഒരൊറ്റ എണ്ണം സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഒരു ചിന്തയില്ല പടച്ചവനെ, എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എനിക്കില്ല, ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ. ഇത് ഞാൻ എന്നോട് പറയണ്ടേ? അല്ലാതെ ഈ ചടങ്ങുകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് ആരും വിചാരിക്കണ്ട. ആചാരത്തിന്റെ ദീനേയല്ല ഇസ്ലാം. ആചാരമേ ഇതിനകത്തില്ല. ഓരോരുത്തരും ശുദ്ധനായി പൂർണ്ണനായി അവൻ വളരെ ഫ്രഷാണ്. വേറെ ഒന്നിലേക്കും അവന് കണക്ട് ചെയ്തിട്ടില്ല. അവന്റെ ബന്ധം നേരെ റബ്ബുമായിട്ടാണ്. തന്റെ പാരമ്പര്യമായിട്ടോ കാരണവന്മാരുമായിട്ടോ ഒന്നും ഇതിനൊരു ബന്ധവുമില്ല. ഈ ബന്ധം നേരെ സർവാധിനാഥനായ റബ്ബുമായിട്ടാണ്. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ഇടപാടുകളാണ് ഇത് മുഴുവനും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോഴേ ഇത് എന്താവുള്ളൂ? ജീവസുറ്റ കർമ്മങ്ങളായി ഇവയൊക്കെ മാറുള്ളൂ. അല്ലെങ്കിൽ ഈ കൊല്ലം കടന്നു പോകും, അടുത്ത കൊല്ലം വീണ്ടും വരും. നമ്മളൊക്കെ പകലിങ്ങനെ പട്ടിണി ഇങ്ങനെ കഴിഞ്ഞുകൂടും. എന്നിട്ട് നമ്മളൊക്കെ സ്വയം ഇങ്ങനെ വിചാരിക്കും നമ്മുടെയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സംഭവിച്ചു പോയ വീഴ്ചകളും പാളിച്ചകളും എല്ലാം സർവാധിനാഥനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണത്. വിശുദ്ധ റമളാനെ സാക്ഷിയാക്കി നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല നോമ്പ് നമ്മളിൽ സംഭവിക്കണം. അവിടെയാണ് നമ്മുടെ പാപമോചനം ഉണ്ടാവുക. ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യം കൂടി, പറഞ്ഞതെല്ലാം നമ്മുടെ ചെറുപാപങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഈ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് അതതിന്റെ രൂപത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ ചെറുപാപങ്ങളെല്ലാം നമുക്ക് അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അസ്സലാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വറമളാനു ഇലാ റമളാൻ. 5 നേരത്തെ നമസ്കാരം ഒരു ജുമുഅ കഴിഞ്ഞാൽ തൊട്ടടുത്ത ജുമുഅ വരെയുള്ള സമയം ഒരു ജുമുഅ നമസ്കാരം. റമളാനു ഇലാ റമളാൻ, നമ്മളിലേക്ക് കടന്നു വരുന്ന ഒന്നിനു പിന്നാലെ കടന്നു വരുന്ന തൊട്ടടുത്ത റമളാനുകൾ, അവയെല്ലാം എന്താണ്? മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അവയ്ക്കിടയിൽ സംഭവിച്ച പാപങ്ങൾക്ക് കഫാറത്താണ് എന്ന് പറഞ്ഞു.
അത് നിർത്തിയില്ല ഹദീസ് കേട്ടോ. ഒരു വാചകവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൂട്ടിച്ചേർത്തു. ഇജ്തനബ അൽ കബായിർ, വൻ പാപങ്ങൾ അയാൾ ഒഴിവാക്കാൻ ഒഴികെ വൻ പാപങ്ങൾ ഇതുകൊണ്ടൊന്നും പൊറുക്കപ്പെടുകയില്ല. വൻ പാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ്. അത് ആരാധനാ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ടൊന്നും അത് പൊറുക്കില്ല. വൻപാപങ്ങൾ പൊറുക്കില്ല. അതിന് തൗബ നിർബന്ധമാണ്. തൗബ ചെയ്യണം. തൗബയുടെ നാളുകളാണ് ഈ കടന്നു പോകുന്നത്. ശുദ്ധ റമദാൻ അങ്ങനെ ആക്കണം. ഞാനിത് പറയുമ്പോൾ പേടിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട് കേട്ടോ. നമ്മൾ കടന്നുപോയ ഖുത്ബയിലാണ് നമ്മൾ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാവരും തൊട്ടുമുള്ള ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയുണ്ട്, ദുആയുണ്ട്. ആ ദുആ എന്താണ്? ഒരുത്തന് വിശുദ്ധ റമദാനില് ജീവിക്കാൻ അല്ലാഹു തആല, മൻ അദറക ശഹ്റ റമദാൻ, റമദാനിൽ ജീവിക്കാൻ ഒരാൾക്ക് അല്ലാഹു തആല സൗഭാഗ്യം നൽകി. ഫലം യുഗ്ഫർ ലഹു, എന്നാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കാൻ ആ റമദാൻ അയാൾക്ക് കാരണമായില്ലെങ്കിൽ ഫദഖലന്നാർ, അയാൾ നരകത്തിൽ പ്രവേശിക്കട്ടെ. ഫദഖലന്നാർ, അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിച്ചു. ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു അവന്റെ എല്ലാ കാരുണ്യത്തിൽ നിന്നും അവനെ വിദൂരമാക്കി കളയട്ടെ. റമദാൻ കടന്നുപോയിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ നരകമോചനം നേടിയെടുക്കാതെ പോകുന്ന മനുഷ്യനെ അല്ലാഹു അവന്റെ എല്ലാ കാരുണ്യത്തിൽ നിന്നും അകറ്റിക്കളയട്ടെ എന്നാണ്. അപ്പൊ ഈ പാപം പുറത്തിലുള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യാണ്, പിന്നെ അവന്റെ കാര്യത്തിൽ ഒരു സാധ്യതയില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങളെല്ലാം ഇഖ്ലാസോട് കൂടിയുള്ള കർമ്മങ്ങളിലൂടെ അല്ലാഹു തആല എനിക്ക് പുറത്തു തരും. എന്നാൽ ജീവിതത്തിൽ വലിയ വലിയ തെറ്റുകൾ വന്നിട്ടുണ്ട്. വലിയ തെറ്റെന്ന് പറയുമ്പോൾ ഈ ഹദ്ദുകൾ നിർണയിച്ച പാപങ്ങൾ, അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്നൊക്കെ ചേർത്ത് പറഞ്ഞ പാപങ്ങളുണ്ട്. ഖുർആനിലും ഹദീസുകളിലും അത്തരം ധാരാളം പാപങ്ങളുണ്ട്. 7 വൻ പാപങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. അതുകൂടാതെയും ഉണ്ട് ധാരാളം പാപങ്ങൾ. അങ്ങനെ അള്ളാഹു അത്രമാത്രം വെറുക്കുന്ന പാപങ്ങൾ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പാപങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം. ആ പാപങ്ങൾ ഇങ്ങനെ ധാരാളം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എണ്ണിയെടുക്കാവുന്ന പാപങ്ങളെ ഉള്ളത്. പക്ഷേ പലപ്പോഴും നമ്മളിൽ ഏറിയും കുറഞ്ഞവെല്ലാം പല രൂപങ്ങളിലായിട്ട് അതിങ്ങനെ വന്നു പോകുന്നുണ്ട്. വലിയ പാപങ്ങൾ, അള്ളാഹു ശിർക്ക് ചെയ്യുക, അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ കാത്ത് രക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും ആ ഒരു പ്രശ്നമില്ലാത്ത ആളുകളാണ്. പലിശ തിന്നുപോയ മനുഷ്യർ, പലിശ തിന്നുപോയ ആളുകൾ, അതുപോലെ തന്നെ യത്തീമിന്റെ ധനം തിന്നവർ. യത്തീമിന്റെ ധനം മഹാപാപം, വൻ പാപം. യത്തീമിന്റെ ധനം തിന്നു ഒരുത്തൻ. അതുപോലെ തന്നെ വ്യഭിചാരം സംഭവിച്ചു പോയി, ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു. അതുപോലെ ഈ പറഞ്ഞ സിഹർ, അത് നമ്മുടെ ഇടയിൽ പിന്നെ പൊതുവില്ലാത്ത കാര്യം, അതിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞതാണ്. അതുപോലെ തന്നെ കൊലപാതകം, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ, അത് ഏകദേശമൊക്കെ ഉണ്ട്. ഏതൊക്കെയോ രൂപത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. തൗബ നിർബന്ധം കേട്ടോ. ആ തൗബ വെറും തൗബ ഒന്നും പോരാ, അവരോട് പോയി മാപ്പരക്കണം. ഇടയ്ക്കത് പറയണമെന്നല്ല കേട്ടോ. മാപ്പയമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിലേ ഇടയ്ക്കുന്ന് അവരോട് പോയി ഒന്ന് പറയണം. ഇതിപ്പോൾ എത്ര നാൾ പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, നമ്മളുണ്ടാവുമെന്നും അറിയില്ല. ആരോട് പറയണം? ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മ, അമ്മച്ചി, ഇല്ല എന്താ അമ്മ, എന്തോ ആയിക്കോട്ടെ, അവരന്ന് അടുത്ത് പോയിരുന്നിട്ടൊന്ന് വർത്തമാനം പറഞ്ഞിട്ട് പറയണം. ഒരു മോനെന്ന നിലയ്ക്ക് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താനൊന്നും കഴിയാത്ത ഒരാളാണ് ഞാൻ. എന്തെങ്കിലും വീഴ്ചയുണ്ട്, എനിക്ക് പുറത്തു തരണേ ഉമ്മ. നാളെ പരലോകത്തേക്ക് വെക്കല്ലേ എന്ന് പറയുമ്പോഴാണ് ഉമ്മാൻ്റെ നെഞ്ചൊന്ന് പൊട്ടുക. അവിടെ ഒന്ന് ചേർത്ത് പിടിക്കുക. എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണ്, അത് മതി, ഇതുണ്ടാവണം. ഇത് തൗബയാണ്. എന്നിട്ടാണ് അല്ലാഹുവിനോട് പറയുക, പടച്ചവനെ എനിക്ക് നീ പുറത്തു വരണേ അല്ലാഹ്. അവിടെയാണ് തൗബ നമുക്ക് സംഭവിക്കുക. മാതാപിതാക്കൾ വലിയൊരു പ്രശ്നമായപ്പോഴും വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇവരത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. ഒരു പരിധി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്തൽ ഭയങ്കര പ്രയാസമാണ്. അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണവും കൂടിയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ വൻപാപം, 7 വൻപാപങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഖത്തിഅത്തുർ റഹ്മാണ്, കുടുംബബന്ധം മുറിക്കൽ, വൻപാപമാണ്, മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. കുടുംബബന്ധം മുറിക്കുക, നമ്മുടെ കഴിഞ്ഞ ഒരു ഖുത്ബാനെ അങ്ങനെ കുറിച്ച് പറഞ്ഞു, ബന്ധങ്ങൾ മുറിച്ച് കളയുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടുവിക്കേണ്ടുന്ന സന്ദർഭമാണ്. ഇതിലൂടെയൊക്കെയാണ് തൗബ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ പോയാൽ ധാരാളം സംഗതികളുണ്ട്. ഖൗലു സൂർ, കുറ്റകരമായ വർത്തമാനം, കള്ളസത്യം പറയുക, കള്ളസാക്ഷ്യം പറയുക, കച്ചവടത്തിൽ കൃത്രിമം നടത്തുക, ആളുകളെ പറ്റിക്കുക,
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട അവരുടെ ഹക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അവരോട് പൊരുത്തപ്പെടിക്കണം കേട്ടോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഓരോ സമയത്തും സൂക്ഷ്മം. കച്ചവടക്കാരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം കേട്ടോ. കച്ചവടക്കാരന് വലിയ പദവിയാണ് പരലോകത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ നിബന്ധനയുണ്ട്. അത്താജിറു സദൂഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീന വശുഹദാ എന്നൊക്കെ പറയുന്നത്. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ. എനിക്ക് തോന്നുന്നു ഇത്രയും പദവി നൽകപ്പെട്ട ആളുകൾ വേറെ ഇല്ല തോന്നുന്നു. വേറെ ആർക്കും ഇത്ര വലിയ പദവി വാഗ്ദാനം ചെയ്തിട്ടില്ല. നമ്മുടെ ഇടയ്ക്കുണ്ട്. ഞാൻ ഒരിക്കലും അതിനെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ തൊഴിലിന്റെ ഒരു സംഗതി നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വലിയ കാര്യപ്പെട്ട തൊഴിലാണ് പള്ളിയിലെ ഉസ്താദ്. ഈ തൊഴിലിന്റെ പട്ടിയിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംഗതി പറഞ്ഞിട്ടില്ല. ഏറ്റവും കാര്യപ്പെട്ട തൊഴിൽ പറഞ്ഞ കച്ചവടക്കാരനാണ്. അവനാണ് പ്രവാചകന്മാരുടെ സഫിൽ നിർത്തുന്ന അല്ലാഹു തആല. സുബ്ഹാനല്ലാഹ്. ഓരോ കച്ചവടക്കാരനും അത് ആഗ്രഹിക്കട്ടെ, ഞാൻ അങ്ങനെ ആകണമെന്ന കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് വലിയ പദവിയാണ് എന്നതോടുകൂടി നമ്മുടെ ജീവിതത്തെ മുഴുവൻ തകർത്ത് കളയും. കാരണം ഈ കച്ചവടക്കാരൻ സൂക്ഷിച്ചില്ലെങ്കിൽ എത്ര ആളോട് നമ്മൾ മാപ്പ് പറയാൻ പോകുന്നത്, ആർക്കൊക്കെ ആൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്, എന്ത് ചെയ്യാൻ പറ്റും നോക്കും. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലൊക്കെ നല്ല തൗബയുടെ ഈ റമദാൻ നമ്മുടെ തൗബയുടെ റമദാൻ ആകണം. ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് റബ്ബിനോട് പറയണം, അല്ലാഹ് എപ്പോഴാണ് ഇവിടെ നിന്ന് വിട പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അജല് പടച്ചവരെ നിന്റെ കയ്യിലാണുള്ളത്. എന്നിട്ട് റബ്ബിനോട് പറയണം നമ്മൾ ചെയ്ത പാപങ്ങളെ കുറിച്ച് എന്തൊക്കെ സംഭവിച്ചു പോയി. അതിൽ ആളുകൾ മറ്റുള്ളവരുടെ ഹക്കുകളാണ്, ഹക്ക് വീട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് പറയണം. റബ്ബുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്വകാര്യതകളിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മറ്റാരും അറിയേണ്ടതില്ലല്ലോ, അല്ലാഹുവിനോട് പറയണം, അല്ലാഹ് പുറത്തു തരണേ പടച്ചവനെ. അത് പറയുമ്പോഴും 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ഇഖ്ലാസോടുകൂടി ആയിരിക്കണം അത്. രണ്ടാമത് നല്ല വേദനയോടെ ആയിരിക്കണം അല്ലാഹുവിനോട് അത് പറയേണ്ടത്. മറ്റൊന്ന്, ആ പാപത്തിലേക്ക് ഇനി മടങ്ങുകയില്ല, അതിനെ പറിച്ചെറിയണം, മടങ്ങില്ല എന്ന ദൃഢമായ ബോധ്യത്തിലായിരിക്കണം തൗബ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കിരിക്കണമെന്ന് റമദാനിൽ ഒറ്റയ്ക്കിരിക്കണം. നമ്മളിപ്പോഴും ഇതൊന്ന് നമ്മളൊക്കെ വിചാരിക്കണം ഇനിയും കുറെ കാലം ഉണ്ട് എന്ന ചിന്തയിലൊക്കെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് ഓരോന്നോരോന്നെ പറയണം, പുറത്തു തരണേ അല്ലാഹ്, നാളെ പരലോകത്തേക്കൊന്നും നീ ബാക്കി വെക്കല്ലേ പടച്ചവനെ. ഈ ഒരു വൈകാരികതയിലായിരിക്കണം ഈ റമദാൻ നമ്മൾ ഇന്ന് കടന്നു പോകേണ്ടത് എന്നീ സന്ദർഭത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും സവിശേഷമായി വസിയത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ റബ്ബ് തൗബ സ്വീകരിക്കപ്പെട്ട ആളുകളിൽ ഉൾപ്പെട്ട് പടച്ചറബിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ കമാ അമർ وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكلة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس أوصيكم عباد الله وإياي بتقوى الله واعلموا أن الله تعالى صلى على نبي قديما فقال تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة والقرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു സഹോദരൻ വിദേശത്താണ്, ഗൾഫിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത് അബദ്ധ ധാരണയിൽ അകപ്പെട്ടു പോയതാണ്. അല്ലാഹു തആല അതുപോലെ നിരപരാധികളായ നിരവധി ആളുകൾ ജയിലകങ്ങളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. കുടുംബക്കാരുടെ വേദനകൾ വേറെ. അല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരന് അതുപോലെ നിരപരാധികളായി ജയിലിലടയ്ക്കപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെയും എത്രയും പെട്ടെന്ന് നിരപരാധിത്വം ബോധ്യപ്പെടുത്തി വിമോചിതരാകാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
രോഗശമനം കൊണ്ടതിനു വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും സമ്പൂർണ്ണമായി രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ പകലിലാണ് ഞങ്ങളുള്ളത്. വിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ ജുമുഅ ദിനത്തിലാണ് ഞങ്ങളുള്ളത്. പടച്ചവനെ, പാപങ്ങൾ അത്രമേൽ വന്നുപോയ മനുഷ്യരാണ് ഞങ്ങൾ. കൈകൾ കൊണ്ട്, കാലുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, പടച്ചവനെ, ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ കൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരാണ് ഞങ്ങൾ. കാരുണ്യവാനായ പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു, ഈ കടന്നു പോകുന്ന വിശുദ്ധ റമദാൻ ഞങ്ങളുടെ പാപമോചനത്തിന്റെ റമദാനായി സ്വീകരിച്ച് ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പാപകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തരാകാൻ, പാപമുക്തമായി ജീവിതം നയിക്കാൻ, അള്ളാഹുവേ, അങ്ങനെ പാപമോചിതരായി റബ്ബേ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൽ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ഞങ്ങളുടെ നോമ്പ്, തറാവീഹ് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സർവ്വതും ഞങ്ങൾ സ്വീകരിച്ച് അല്ലാഹുവേ, എന്തൊക്കെ പ്രതിഫലങ്ങളാണോ അതിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ആ പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഭാവി സന്തതി പരമ്പരകളെ ഹിദായത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, വേദനകൾ, അല്ലാഹുവേ, അവർ ഞങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ള കടമകൾ, കടപ്പാടുകൾ, ഉത്തരവാദിത്തങ്ങൾ, അല്ലാഹുവേ, സർവ്വതും അവരുടെ കാര്യത്തിൽ അമൽ സ്വാലിഹാത്തുകളായി സ്വീകരിച്ച് പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സംതൃപ്തമായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് നല്ല ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞ സലാമത്തായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആപത്തുകൾ, അപകടങ്ങൾ, മരണങ്ങൾ, പെടുന്നനെയുള്ള മരണങ്ങൾ, അല്ലാഹുവേ, മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങൾ, അവശവാർദ്ധക്യം, പടച്ചവനെ, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ, സർവ്വപ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് അല്ലാഹുവേ, സലാമത്തായ ജീവിതം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായി പകൽ പടച്ചവനെ, ഞങ്ങൾ നോറ്റ നോമ്പ് അല്ലാഹുവേ, ഞങ്ങളുടെ പാപമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും നരകമോചനത്തിന്റെയും കാരണമായി സ്വീകരിച്ച് അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി, നിന്റെ കാരുണ്യത്തിന് അർഹരായി, പടച്ചവനെ, സ്വർഗപ്രവേശനത്തിന് അർഹരായി അല്ലാഹുവേ, റമദാനിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹീതമായി ജീവിതം നൽകണേ പടച്ചവനെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعزنا فلا تضلنا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشغل خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.